Good morning everyone. ഇന്ന് നമ്മൾ എടുക്കുന്നത് 6th ലെസൺ ആണ്. ഒരു കവിതയാണ്, പോയമാണ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നാണ് കവിതയുടെ പേര്. റിട്ടൺ ബൈ കമലാദാസ്. കമലാദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൽക്കാലത്ത് കമലാ സുരയ്യ എന്ന പേരിൽ അവർ മതം മാറി ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ട് കമലാ സുരയ്യ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. മാധവിക്കുട്ടി, 3 പേരുകൾ കേട്ടോ. മാധവിക്കുട്ടി എന്ന് പറഞ്ഞാലും കമലാദാസ് എന്ന് പറഞ്ഞാലും കമലാ സുരയ്യ എന്ന് പറഞ്ഞാലൊക്കെ ഒരാളാണ്. അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ എലിമെന്റ് ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മകഥാംശമുള്ള ഒരു കവിതയാണ് പറയണത്. അവരുടെയും അവരുടെ ഗ്രാൻഡ് മദറുമായിട്ട് ബന്ധപ്പെട്ട ചില ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് ഈ കവിതയിൽ പറയണത്. കവിത നമ്മുടെ ഗൈഡിൽ ഫുൾ ആയിട്ടില്ല. കവിത ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. My grandmother's house. There is a house now far away where once I received love that woman died. The house withdrew into silence, snakes moved. Among books I was then too young to read and my blood turned to cold like the moon. How often I think of going there to peer through blind eyes of windows, or just listen to the frozen air, or in wild despair pick an armful of darkness of bring it to here to lie behind my bedroom door like a brooding dog. You cannot believe, darling, can you, that I lived in such a house and was proud and loved, I who have lost my way and beg now at strangers' doors to receive love, at least in small change. ഇതാണ് കവിത. കവിതയുടെ സമറി പറയാം. സമറി പറഞ്ഞതിന്റെ ശേഷം അതിൽ നമുക്ക് സാധാരണ പാഠങ്ങളില് പാരഗ്രാഫ് തന്നിട്ട് താഴെ ക്വസ്റ്റ്യൻസ് തരാറാണ് പതിവ്. അപ്പൊ ഇത് കവിത ആയതുകൊണ്ട് കവിതയിലെ വരികൾ തരും, എന്നിട്ട് ആ വരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും താഴെ തരിക. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ കാണാനുള്ളൂ. നോക്കുക. In this poem, the poet tells us about her childhood day in her grandmother's home, which is far away from where she is currently living, and the love she received from her grandmother's house. After her grandmother died, nobody lives in the house. There is no one to talk and to take care of the house. Thus, house became silent and deserted for the snake to move around. Her grandmother used to read out stories to her. She was too young to read by herself after her granny's death. It was a sad time to spend among the books as she felt lonely. She often thinks about visiting the house, looking through the windows, listening to the voice around and bringing some back home. But there is just darkness inside, with no voice except the old memories which will always remain with the same poet. The poetess is in a state of loss. She feels lonely without her grandmother. She got love in abundance, but now she sees it in small quantities. ആദ്യം നമ്മള് ഇത്ര നേരം പഠിച്ചത് പാഠങ്ങളായിരുന്നു. അപ്പോ പാഠത്തിന്റെ പേര് പറയും ഈസ് റിട്ടൺ ബൈ ഇന്നാള് എന്ന് പറയും. കവിത ആയതുകൊണ്ട് നമ്മള് പോയറ്റ് അല്ലെങ്കിൽ പോയറ്റസ് എന്നാ പറയാ, റൈറ്റർ എന്ന് പറയില്ല. പകരം നമ്മള് അത് ആണുങ്ങളാണെങ്കിൽ പോയറ്റ്, POET പോയറ്റ്, പെണ്ണുങ്ങളാണെങ്കിൽ പോയറ്റസ്, POETESS പോയറ്റസ് എന്നാണ് പറയാ. അപ്പൊ ഇവിടെ കമലാദാസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് പേരിലാണ് അവരെ വിളിക്കുക? പോയറ്റസ് എന്ന് പറയും. ചില സമയത്ത് ചില ഇടങ്ങളില് കവയിത്രികളെയും പോയറ്റ് എന്ന് പറയാറുണ്ട്. അല്ലാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യാം? പോയറ്റസ് എന്ന് പറയും. ഇപ്പൊ പോയറ്റ് എന്ന് പറഞ്ഞാൽ കവി, പോയറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവയിത്രി. എങ്ങനെയാണ് പറയാം? എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് പോയറ്റസ് എന്ന് പറയുന്നതായിരിക്കും. ഇനി നോക്കാം. ഇൻ ദിസ് പോയം the poet, ഇവിടെ poet എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. The poet tells us about her childhood day in her grandmother's home. ഈ കവിതയില് നമ്മുടെ പോയറ്റ്, അതായത് കവയിത്രി നമ്മുടെ കമലാദാസ് നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരുടെ about her childhood day, ചെറുപ്പകാല ദിവസങ്ങളിലെ ചില കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇൻ ഹർ ഗ്രാൻഡ് മദേഴ്സ് ഹോം, മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ ചെറുപ്പകാലത്തൊക്കെ മുത്തശ്ശിയുടെ കൂടെയാണ് കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ജീവിത കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. which is far away from where she is currently living. ഈ സ്ഥലം എന്ന് പറയുന്നത് ഗ്രാൻഡ് മദറിന്റെ ഹൗസും ആ സ്ഥലവും എല്ലാം ഇപ്പോ കമലാദാസ് എവിടെയാണോ ഉള്ളത് അവിടെ, അതായത് ഈ കവിത എഴുതുന്ന സമയത്ത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്താണ്, ഒരു കുഗ്രാമത്തിലായിരുന്നു ചെറുപ്പകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ സിറ്റി ലൈഫ് ഒക്കെയാണ് ഈ സമയത്തുള്ളത്. ആൻഡ് far away from where she currently living, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അതാണ് currently living. and the love she received from her grandmother's house. അപ്പൊ ഗ്രാൻഡ് മദറിനെ കുറിച്ച്, മുത്തശ്ശിയെ കുറിച്ച് ഇത്രയും ഓർക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്നേഹമാണ് ഗ്രാൻഡ് മദറിന്റെ കൂടെ നിന്ന സമയത്ത് ആർക്ക് കിട്ടിയിരുന്നത്, കമലാ സുരയ്യക്ക് അല്ലെങ്കിൽ കമലാദാസിന് കിട്ടിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് അവരുടെ ഗ്രാൻഡ് മദർ, മുത്തശ്ശി എന്ന് പറയുന്നത്. After her grandmother died, nobody lives in the house. അപ്പോ ചെറുപ്പത്തിലാണ് ഗ്രാൻഡ് മദറും കമലാദാസും ഒരുമിച്ചുണ്ടായിരുന്നത്. വളർന്നപ്പോ അവര് നാട് വിട്ട് മാറി താമസമായി. ആ സമയത്ത് ഗ്രാൻഡ് മദർ മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഗ്രാൻഡ് മദറിന്റെ മരണത്തോടുകൂടി ആ വീട് ഒറ്റപ്പെട്ടു. ആരും നോക്കാനില്ലാതെ, ആരും പോവാനില്ലാതെ അത് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. There is no one to take care of the house. അവിടെ സംസാരിക്കാൻ ഒരാളില്ല, ആ വീടിനെ പരിപാലിക്കാൻ ഒരാളില്ല. Thus house became silent and deserted for the snakes to move around. അപ്പോൾ എന്തായി മാറി? ആരും ഇല്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്ടിൽ പിന്നെ ആരാ ഉണ്ടാവുക? സൈലൻസ്, നിശബ്ദത. പിന്നെയോ സ്നേക്സ്, പാമ്പുകൾക്ക് സ്വൈരമായിട്ട് നടക്കാൻ പറ്റുന്ന, വിഹരിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് മാറി ഏത് ഗ്രാൻഡ് മദറിന്റെ ഹൗസ്. അപ്പൊ അവിടെ പോയാൽ ഇപ്പൊ എന്താ, സൈലൻസ് മാത്രമാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന, ആരും താമസമില്ലാത്ത വീടായത് കാരണം കൊണ്ട് ആ ഭാഗത്തേക്ക് ആരും പോവാറില്ല. Her grandmother used to read out stories to her. ഗ്രാൻഡ് മദർ ആണ് പതിവായി കമലാദാസിന് കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നത്. ഷീ വാസ് ടു യങ് ടു റീഡ് ബൈ ഹെർസെൽഫ്. ആ സമയത്തൊക്കെ വളരെ കുഞ്ഞായതുകൊണ്ട് വായിക്കാനൊന്നും അറിയില്ലായിരുന്നു, വായിക്കാൻ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തില് ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അതുകൊണ്ട് കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, വായിച്ചു കൊടുക്കും ഗ്രാൻഡ് മദർ. അപ്പൊ കമലാദാസിന്റെ ഈ എഴുത്തിന്റെ ഒരു അഭിരുചിയൊക്കെ ഉണ്ടാക്കിയെടുത്തത് കമലാദാസിന്റെ ഗ്രാൻഡ് മദർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. After her granny's death, it was a sad time to spend among the books as she left lonely. അപ്പം എന്താണ്, ഗ്രാൻഡ് മദറിന്റെ മരണശേഷം ഇറ്റ് വാസ് എ സാഡ് ടൈം, ഏറ്റവും സങ്കടമുള്ള ഒരു സമയം എന്ന് പറഞ്ഞാല് ടു സ്പെൻഡ് അമംഗ് ദ ബുക്സ് ആസ് ഷീ ലെഫ്റ്റ് ഓൺലി. അവരവിടെ ബാക്കിയായി വെച്ചിട്ട് പോയിട്ടുള്ളത് കുറെ ഓർമ്മകളും കുറെ പുസ്തകങ്ങളുമാണ്. ഇത് മാത്രമാണ് ആ വീട്ടിലുള്ളൂ. അപ്പൊ പുസ്തകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. വായനാശീലമുള്ള ആളായിരുന്നു കമലാദാസിന്റെ മുത്തശ്ശി എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അവരുടെ പുസ്തകങ്ങളും കുറെ ഓർമ്മകളും മാത്രമായി ആ വീട്ടിൽ ബാക്കിയായിട്ടുണ്ടായിരുന്നത്. She often thinks about visiting the house, looking through the windows, listening to the voice around and bringing some back home. She often thinks about, അവരിടക്കിടക്ക് വിചാരിക്കും, ആര്, കമലാദാസ് വിചാരിക്കും, ഇപ്പോ ഇരിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് വിചാരിക്കും വിസിറ്റിംഗ് ദ ഹൗസ്, ആ വീടൊന്ന് കാണാൻ പോകുന്നതിനെ കുറിച്ച്. ലുക്കിംഗ് ത്രൂ ദ വിൻഡോസ്, എന്നിട്ട് ജനാലകളിൽ കൂടി ഉള്ളിൽ പെട്ടെന്ന് കയറി പോകാൻ പറ്റില്ലല്ലോ, അടഞ്ഞിടക്കുന്ന വീടാണ്, പാമ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ ജനാലയിലൂടെ ഉള്ളിലേക്ക് എത്തി നോക്കുന്നതിനെ കുറിച്ച്. ലിസണിങ് ടു ദ വോയിസ് അറൗണ്ട് ആൻഡ് ബ്രിങ്ങിങ് സംതിങ് ബാക്ക് ഹോം, എന്നിട്ട് അവിടെയുള്ള ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനെ കുറിച്ച് വിചാരിക്കാം. ആൻഡ് ബ്രിങ്ങിങ് സംതിങ് ബാക്ക് ഹോം, എന്നിട്ട് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക്, ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് വരുമ്പോ എന്താണ്, അവിടെയുള്ള കുറെ ഓർമ്മകളെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് വരണം എന്ന് അവർ വിചാരിക്കും. പോയിട്ടില്ല, വിചാരിക്കും. ബട്ട് ദർ ഇസ് ജസ്റ്റ് ഡാർക്ക്നെസ് ഇൻസൈഡ്. പക്ഷേ അവിടെ പോയാൽ അവിടെ എന്താ ആകെ ഉണ്ടാവുള്ളൂ? ഡാർക്ക്നെസ്. ആകെ ഇരുട്ട് മൂടി കിടക്കുക, സൈലൻസ് ആണ്, ആരും ഇല്ലാത്തതുകൊണ്ട് ഡാർക്ക്നെസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. വിത്ത് നോ വോയിസ്, ശബ്ദം ഒന്നും തന്നെ ഉണ്ടാവില്ല. എക്സെപ്റ്റ് ദ ഓൾഡ് മെമ്മറീസ് വിച്ച് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് ദ സെയിം പോയിന്റ്. പിന്നെ അവിടെ പോയാൽ ഉണ്ടാവുന്നത് എന്താണ്? പഴയ ഓർമ്മകള്. അതായത് മുത്തശ്ശിയും കമലാദാസും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ കഥകളും സമയങ്ങളും ഒക്കെ ഓർമ്മ വരും. അത് മാത്രമായിരിക്കും അവിടെ പോയ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഉണ്ടാവുക. The poetess is in a state of loss. ഇപ്പോ ലാസ്റ്റ് poetess എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്.
പോയറ്റസ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ലോസ്. ഇപ്പോൾ ഇതൊക്കെ ഓർക്കാനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതായത് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓർക്കണമെങ്കിൽ നമുക്ക് കുറേ സമയം കിട്ടിക്കാണും, എന്തെങ്കിലും ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വന്നു കാണും. അപ്പൊ അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത് പോയറ്റസ് കമലാദാസ് ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ലോസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു നഷ്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, മനസ്സിന് എന്തൊക്കെയോ വിഷമങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അവര് കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ കാലം നന്നായിരുന്നു, അതായത് ഇപ്പോഴുള്ള കാലം എന്തോ ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്, അതുകൊണ്ടാണ് പഴയ കാലം കുറച്ചുകൂടെ നന്നായിരുന്നു എന്നുള്ള ഓർമ്മയിലേക്ക് പോകുന്നത്. ഷീ ഫീൽസ് ലോൺലി വിതൗട്ട് ഹർ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദർ ഇല്ലാത്ത കാര്യം ആലോചിക്കുമ്പോഴേ ഒരു ഒറ്റപ്പെടലാ തോന്നുന്നത്. മനസ്സിലായി? അപ്പോ സിറ്റി ലൈഫാണ്, ചുറ്റും ആളുകളുണ്ട്, എന്നിട്ട് കൂടിയും അവർക്കൊരു ഒറ്റപ്പെടൽ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ പേഴ്സണലി അവർക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. She got love in abundance, but now she seeks it in small quantities. ഒരുപാട് സ്നേഹം ഗ്രാൻഡ് മദറിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടിയിരുന്നു, പക്ഷെ ഇപ്പൊ അവര് സ്നേഹം അന്വേഷിച്ച് നടക്കുകയാണെന്നാ പറയണേ. ഇപ്പോ ഞാൻ അതായത് കമലാദാസ് സ്നേഹം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്, എവിടുന്ന് എനിക്ക് എന്തില്ല, സ്നേഹം കിട്ടാനില്ല. അപ്പൊ അവരുടെ ജീവിതത്തില് കുറെ വിള്ളലുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറത്തുണ്ടായിട്ടുള്ള കുറെ വേദനകളും കാര്യങ്ങളൊക്കെയാണ് ഈ കവിത എഴുതാൻ അവരെ പ്രേരിപ്പിച്ചത്. മാത്രമല്ല ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള ചിന്തകളും പഴയ ആ നല്ല കാലം ഇനി വരില്ല, കാരണം ആ സന്തോഷവും ആ സമാധാനവും ഇനി കിട്ടില്ല എന്നുള്ള ചിന്തയൊക്കെയാണ് ഇതില് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവര് മതം മാറുന്നതും ഇസ്ലാം മതത്തിലേക്ക് വരുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതാണ് കവിത. അപ്പം കവിതയിൽ ഞാൻ പറഞ്ഞു സ്റ്റാൻസാസ് ആയിരിക്കും ഉണ്ടാവുക. സ്റ്റാൻസ വായിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് താഴെ തരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ സ്റ്റാൻസ നന്നായിട്ട് ശ്രദ്ധിക്കണം. പാരഗ്രാഫ് പോലെയല്ല, കുറച്ചും കൂടി പോയറ്റിക്കൽ ആയിരിക്കുമല്ലോ. ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെ വരും, ഇപ്പൊ നമ്മള് മനസ്സിലാക്കിയെടുക്കണം സ്റ്റാൻസ. പിന്നെ കവിതകളില് പാരഗ്രാഫിനെ സ്റ്റാൻസ എന്നാണ് പറയാ. പേജ് നമ്പർ 53 സ്റ്റാൻസ 1 എന്ന് ഓർത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നുള്ള പാഠങ്ങളിലൊക്കെ പാരഗ്രാഫ് 1 എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ കവിത വരുമ്പോ അത് സ്റ്റാൻസ ആയിട്ട് മാറും. അതായത് കവിതകളിലെ പാരഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻസ. അത് അങ്ങനെ പറയുള്ളൂ, പാരഗ്രാഫ് എന്ന് പറയാറില്ല. അപ്പൊ സ്റ്റാൻസ 1 നോക്കാം. There is a house now far away where once I received love. There is a house. അവിടെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ ഒരു വീടുണ്ട്. Now far away from. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരെ. Once I received love. അവിടെ നിന്ന് ഒരിക്കൽ എനിക്ക് എന്താ കിട്ടിയിരുന്നത്? സ്നേഹം മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പൊ സ്നേഹം മാത്രം ലഭിച്ചിരുന്ന ഒരു വീട് ദൂരെ എനിക്ക് ഉണ്ട്. That woman died. ആ സ്ത്രീ മരിച്ചു പോയിരിക്കുന്നു. ആരാണ് ആ സ്ത്രീ? ഗ്രാൻഡ് മദറിനെ കുറിച്ചാണ് പറയുന്നത്. ആ വുമൺ മരിച്ചു പോയിരിക്കുന്നു. The house withdrew in a silence. എന്നിട്ട് ആ വീട് ആകെ മാറിയിരിക്കുന്നു. വിഡ്രൂ പിൻവലിയുക എന്നൊക്കെയാണ്, പിൻവലിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇത് ചെന്നെത്തുക എന്നുള്ള അർത്ഥം. ആ വീടായിരിക്കുന്നു ഇൻ ടു സൈലൻസ്. എന്തിലേക്ക്? നിശബ്ദതയിലേക്ക്. സ്നേക്സ് മൂവ്ഡ് അമംഗ് ബുക്സ്. അവിടെ ആകെയുള്ള ഒരു വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ബുക്കുകളായിരിക്കും. ആ ബുക്കുകളുടെ ഇടയില് എന്താണ്? സ്നേക്സ്, പാമ്പുകൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയോ സ്നേക്സ് മൂവ്ഡ് അമംഗ് ബുക്സ്. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്. ആ സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു? ടു യങ്, വളരെ ചെറുപ്പായിരുന്നു, വായിക്കാനൊന്നും അറിയാത്ത സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകങ്ങളിലെ കഥകളും എല്ലാ കാര്യങ്ങളും പുസ്തകങ്ങളൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എന്റെ ഗ്രാൻഡ് മദർ ആയിരുന്നു. മൈ ബ്ലഡ് ടേൺഡ് കുഡ് ലൈക്ക് ദ മൂൺ. ഇപ്പൊ എന്തായിരിക്കുന്നു? എന്റെ രക്തം എന്തിനെ പോലെ ആയിരിക്കുന്നു? മൂണിനെ പോലെ ആയിരിക്കുന്നു. അതായത് മൂണെന്ന് പറയുന്നത്, അതായത് സൂര്യനും മൂണും. സൂര്യൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ജ്വലിച്ച് നിൽക്കുന്ന ഒരു ചൂടിന്റെയൊക്കെ പ്രതീകമായിട്ടാണ് സൂര്യനെ കാണിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചന്ദ്രൻ. ശാന്തത, തണുത്തത് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മള് എന്തിനെ കണക്കാക്കുക? ചന്ദ്രനെ കണക്കാക്കുക. അപ്പോ ഇവിടെ ചന്ദ്രനുമായിട്ട് എന്റെ ബ്ലഡിനെ, അതായത് കമലാദാസിന്റെ ബ്ലഡിനെ കമ്പയർ ചെയ്യുക ചെയ്തിരിക്കുന്നത്. എന്റെ ബ്ലഡ് ഇപ്പൊ എന്തുപോലെ ആയിരിക്കുന്നത്? മൂണിനെ പോലെ. അപ്പൊ മൂണിനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത്രയും തണുത്തു പോയിരിക്കുന്നു, അത്രയും ശാന്തമായിരിക്കുന്നു, ഒച്ചവിളിയൊന്നും ഇല്ലാതെ, ഒച്ചപ്പാടൊന്നും ഇല്ലാതെ അങ്ങനെ ആയിരിക്കുന്നു എന്റെ ലൈഫ് എന്നാണ് കാണിക്കുന്നത്. അപ്പോ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് മൂണ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്.
കവിതകളില് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറെ അലങ്കാരങ്ങൾ ചേർക്കുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് കവിതകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അലങ്കാരങ്ങൾ സിമിലി, മെറ്റഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ബ്ലഡ് ടേൺഡ് ലൈക്ക് ദ മൂൺ എന്ന് പറഞ്ഞതുകൊണ്ട് LIKE ലൈക്ക് വെച്ചിട്ട് എന്തിനു കമ്പയർ ചെയ്തിരിക്കുന്നു? ബ്ലഡിനെയും മൂണിനെയും കമ്പയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് സിമിലിയാണ്. ലൈക്ക് വെച്ചോ ആസ് വെച്ചോ ഒരു കാര്യത്തെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്താണ്? സിമിലി ആണ് വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുക. സോ ഇവിടെ അങ്ങനെ ഒരു ലാസ്റ്റ് ലൈനിൽ അങ്ങനെ ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അപ്പോ രക്തത്തിന്റെ ആ തണുപ്പിനെ ചന്ദ്രനുമായിട്ട് മൂണുമായിട്ടാണ് ഇവിടെ താരതമ്യം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ലൈക്ക് വെച്ചൊരു താരതമ്യം ഉണ്ടായതുകൊണ്ട് ലൈക്ക് വരുന്നിടത്ത് എല്ലാം സിമിലി ആണെന്നല്ല അർത്ഥം. ലൈക്ക് വരും ചെയ്യണം, ലൈക്ക് ഓർ ആസ് വരും ചെയ്യണം. അതൊരു കമ്പാരിസൺ ആവണം. ഇതിനെ അതുപോലെ എന്ന് കമ്പയർ ചെയ്യണം. മനസ്സിലായില്ല? അങ്ങനെ വരുമ്പോ മുല്ലപ്പൂ പോലെ എന്നൊക്കെ പറയുമ്പോഴാണ് കമ്പാരിസൺ വരിക. അതുകൊണ്ട് ആണ് അവിടെ സിമിലി വന്നത്. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. വാട്ട് ഹാപ്പൻഡ് ടു ദ ഹൗസ് ആഫ്റ്റർ ദ ഗ്രാൻഡ് മദർ ഡൈസ്? ഗ്രാൻഡ് മദറിന്റെ മരണശേഷം ആ വീടിന് എന്ത് സംഭവിച്ചു? ഇതാണ് ചോദ്യം. എന്താണ്? The house withdrew into silence after the death of her grandmother. ഗ്രാൻഡ് മദറിന്റെ മരണശേഷം ആ വീട് നിശബ്ദമായി, ഒച്ചപ്പാടുകളൊന്നും ഇല്ലാതെ ആകെ നിശബ്ദമായി മാറി എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. withdrew into, പിന്നെ snakes moved എന്നുള്ളതൊക്കെ നമുക്കെല്ലാം എഴുതാം, തെറ്റില്ല. നിശബ്ദമായി എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. Why was the poet not able to read the books? അന്ന് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് പോയറ്റിന് ബുക്ക് വായിക്കാൻ പറ്റാത്തത് എന്ന് പറയണത്? കാരണം ബിക്കോസ് ഷീ വാസ് ടു യങ്. അന്ന് വളരെ ചെറുപ്പമായിരുന്നു, വായിക്കാനുള്ള പ്രായമായിരുന്നില്ല. അതുകൊണ്ട് വായിക്കാനുള്ള പ്രായം ആവാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? എനിക്ക് അന്ന് വായിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറയുന്നത്. സോ അത്ര ഓർക്കണ്ടുള്ളൂ. ഷീ വാസ് ടു യങ്, വളരെ ചെറുപ്പമായിരുന്നു, അതുകൊണ്ട് വായിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൂസ് ഹൗസ് ഈസ് റിഫേർഡ് ടു ഇൻ ദ ഫസ്റ്റ് ലൈൻസ്? വാട്ട് ഹാപ്പൻ ടു ഇറ്റ്? രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഹൂസ് ഹൗസ്, ഹൂസ് എന്ന് പറഞ്ഞാല് ആരുടെ എന്നാണ് അർത്ഥം. ആരുടെ. അപ്പൊ ഇവിടെ ആരുടെ ഹൗസ്, ആരുടെ വീടാണ് ഇവിടെ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം നമുക്കറിയാലോ, ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഒന്നാമത്തെ ഉത്തരം ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. രണ്ടാമത്തത് വാട്ട് ഹാപ്പൻ ടു ഇറ്റ്? ആ വീടിന് എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ഗ്രാൻഡ് മദർ മരിച്ചുപോയി. ഇപ്പൊ അത് ഡിസേർട്ടഡ് ആയിരിക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ട പോലെ ആയിരിക്കുന്നു, ശൂന്യമായിരിക്കുന്നു. അതാണ് ഡിസേർട്ടഡ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പൊ അത് ഡിസേർട്ടഡ് ആണ്, കാരണം അവിടെ ആരും തന്നെ ഇപ്പോൾ താമസിക്കുന്നില്ല. നോ വൺ ഈസ് ലിവിങ് ദർ എന്നാണ്, ആരും അവിടെ താമസിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ടു തിങ്സ് ഹാപ്പൻ വെൻ ഹർ ഗ്രാൻഡ് മദർ ഡൈഡ്? ഗ്രാൻഡ് മദറിന്റെ മരണശേഷം സംഭവിച്ച രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് വെൻ ഹർ ഗ്രാൻഡ് മദർ ഡൈഡ് there came complete silence. ഒന്നാമത്തെ കാര്യം അവിടെ മുഴുവൻ നിശബ്ദതയാണ്, കാരണം ആ വീട്ടിൽ വേറെ ആരുമില്ല, ഗ്രാൻഡ് മദർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ കംപ്ലീറ്റ് സൈലൻസിലേക്ക് പോയി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, snakes started moving among the books because the house has been deserted. രണ്ടാമത്തെ കാര്യം എന്താണ്? സ്നേക്സ് ആ വീട് കൈയടക്കി. അതിനകത്ത് മൊത്തം എന്താ ഉണ്ടായിരുന്നുള്ളൂ? പാമ്പുകള്. പിന്നെ അവിടെയുള്ള പുസ്തകങ്ങളുടെ മുകളിൽ കയറാൻ പോലും ആരേ ഉണ്ടായിരുന്നുള്ളൂ? പാമ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. പല പുസ്തകങ്ങളും നശിച്ചു പോയി, ബാക്കിയുള്ളത് പാമ്പുകളുടെ കൈവശമായി പോയി എന്നുള്ള അർത്ഥത്തിൽ. ആ കാരണം അവിടെ ആരും താമസിക്കുന്നില്ല. Why did the poetess compare the turning of her blood cold like moon? എന്തുകൊണ്ടായിരിക്കും എന്റെ ബ്ലഡ് മൂണിനെ പോലെയായി? ഈ മൂണുമായിട്ടൊരു കമ്പാരിസൺ അവിടെ ഉണ്ടായല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും കമ്പയർ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. ഓക്കെ. The poetess compared the coldness of blood with the moon due to it's lovely like the thought to be cool unlike sun. സൂര്യനെ പോലെയല്ല മൂൺ എന്ന് പറയുമ്പോൾ. മൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കുറെ ചിന്തകളാണ് തരിക, പോസിറ്റീവ് ആയിട്ടുള്ള കുറെ. സണ്ണ് നെഗറ്റീവ് എന്നല്ല, സൺ എന്ന് പറയുമ്പോൾ ചൂട് അങ്ങനെയല്ലേ നമ്മൾ പറയാം, ഹോട്ട്നെസ് അങ്ങനെയാണ് കാണുക, വെളിച്ചുണ്ടെങ്കിലും കൂടിയിട്ട്. പക്ഷെ മൂൺ എപ്പോഴും ഒരു ശാന്തതയുടെ പ്രതീകമായിട്ടാണ്
കണക്കാക്കുന്നത്. അപ്പൊ ആ ഒരു ശാന്തതയും ആ ഒരു സൈലൻസും കാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് മൂണിനെ തന്നെ സെലക്ട് ചെയ്തതെന്നാണ് പറയാം. ഇതാണ് ഒന്നാമത്തെ സ്റ്റാൻസ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. There is a house now far away where once I received love, that woman died. The house withdrew into silence. Next moved among the books I was too young to read any. My blood turn could like the moon. ഒന്നാമത്തെ സ്റ്റാൻസ കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റാൻസ. How often think of going there to peer through blind eyes of windows, or just listen to the frozen air, or in wild despair pick up an armful of darkness to bring it here to lie behind bedroom door brooding dog. എന്താണ്? How often think of going? എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ച്? there, അവിടെ, ആ സ്ഥലത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്രാൻഡ് മദറിന്റെ ആ സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ചും അവിടെ ചെന്ന കാര്യങ്ങൾ കാണുന്നതിനെ കുറിച്ച് ഞാൻ ഇടക്കിടക്ക് ചിന്തിക്കാറുണ്ട്. ആ ചിന്തയാണ് ഇവിടെ പറയുന്നത്. ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ. പോയിട്ട് എന്ത് ചെയ്യും? പിയർ ചെയ്യും, ഇങ്ങനെ എത്തി നോക്കും. ത്രൂ എന്തിലൂടെ? ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ. വിൻഡോന്റെ ജനാലയുടെ ബ്ലൈൻഡ് ഐസിലൂടെ. ബ്ലൈൻഡ് ഐസ് എന്ന് ജനാലയുടെ ബ്ലൈൻഡ് ഐസ് എന്ന് പറയാൻ കാരണം എന്താ? ജനാല തുറന്നാൽ സാധാരണയായിട്ട് നമുക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാണണം, അതാണ് കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷെ ഇവിടുത്തെ ജനാല തുറന്നാൽ ഒന്നും കാണാൻ പറ്റില്ല. ബ്ലൈൻഡ് ഐസ് പോലെ. കണ്ണ് കാണാത്ത ഒരാൾ ജനൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്ന പോലെ ആയിരിക്കും അവിടെ പോയാൽ. അതുകൊണ്ടാണ് ബ്ലൈൻഡ് ഐസ്, ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്, നോട്ട് വിസിബിൾ ആ അർത്ഥത്തിലാണ് ബ്ലൈൻഡ് ഐസ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബ്ലൈൻഡ് ഐസ് ആയിരുന്നില്ല, കാരണം അവിടെ ഹാപ്പിനെസ് മാത്രമേ ഉണ്ടായിരുന്നു. ആ ജനാല തുറന്നു കഴിഞ്ഞ ഒരുപാട് കാഴ്ചകൾ കാണായിരുന്നു. ഇപ്പൊ അവിടെ പോയി ജനാല തുറന്നാല് വെറും ഡാർക്ക്നെസ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അതാണ് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ എന്നുള്ളതുകൊണ്ട്. വിൻഡോന്റെ ജനാലയുടെ അടഞ്ഞ ഇരുണ്ട കണ്ണുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനാല തുറന്നാലും ഒന്നും കാണാൻ പറ്റില്ല. ഓർ ജസ്റ്റ് ടു ലിസൺ ടു ദ ഫ്രോസൺ എയർ. അപ്പൊ ഒന്നുകിൽ ഞാൻ ചിന്തിക്കും അവിടെ പോയിട്ട് ജനാലയൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണണം എന്ന്. രണ്ടാമത്തത് ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ, അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള ആ ഫ്രോസൺ തണുത്തുറഞ്ഞ എയർ, വായു എന്ത് ചെയ്യുക, വായുവിനെ ഇങ്ങനെ ശ്രദ്ധിക്കണം വിചാരിക്കും. കാരണം അവിടുത്തെ വായുവിന് പ്രത്യേകത ഉണ്ട്. അവിടെ ആരും വന്നു പോവാത്തത് കൊണ്ട് അനങ്ങാതെ നിൽക്കുന്ന വായു ആണെന്നാണ് നമ്മൾ പോയിറ്റസ് പറയണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരുമില്ല, പാമ്പല്ലാതെ വേറൊന്നും അവിടെ വരാനില്ല, ചെറിയ ജീവികളല്ലാതെ വേറൊന്നും അവിടെ വരാനില്ല. അപ്പൊ അവിടുത്തെ വായു ഫ്രോസൺ ആണ്, തണുത്തുറഞ്ഞ വായുവാണ് അവിടെ ഉള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഓർ ഇൻ വൈൽഡ് ഡിസ്പയർ പിക്ക് ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ബ്രിങ് ഇറ്റ്. എന്നിട്ട് അവിടെ പോയി എനിക്കിപ്പോൾ ഉള്ളത് സൈലൻസ്, പിന്നെ ഡിസ്പയർ, നിരാശയാണ് അവിടെ പോയുള്ളത്. കാരണം ഒന്നുമില്ല അവിടെ, നമ്മളെ വെയിറ്റ് ചെയ്യാൻ ആരും തന്നെ ഇല്ല. അപ്പൊ നിരാശയുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആംഫുൾ, കയ്യിൽ നിറച്ചും കോരിയെടുത്ത് കൊണ്ടുവന്നത് എന്തായിരിക്കും? അവിടുന്ന് ഡാർക്ക്നെസ് മാത്രമായിരിക്കും, ഇരുട്ട് മാത്രമായിരിക്കും. എന്നിട്ട് അത് ഞാൻ കൊണ്ടുവരും. ആൻഡ് ടു ബ്രിങ് ഇറ്റ് ഹിയർ, ഇവിടെ കൊണ്ടുവരും. ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഞാൻ ഇപ്പോ നിൽക്കുന്ന സ്ഥലം, സിറ്റിയിലേക്ക് ഞാൻ കൊണ്ടുവരും. ടു ലൈ, എന്നിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്യും? അവിടെ വെക്കും, ആ ഡാർക്ക്നെസ്സിനെ അവിടെ വെക്കും. ബിഹൈൻഡ് ബെഡ്റൂം ഡോർ ബ്രൂഡിംഗ് ഡോഗ്. എവിടെ? എൻ്റെ ബെഡ്റൂമിന്റെ വാതിലിന്റെ പുറകിലായിട്ട് ഞാൻ ഈ ഡാർക്ക്നെസ്സിനെ കൊണ്ടുവന്ന് വെക്കും. പ്രതീകാത്മകമായിട്ട് പറയണതാണ്. ഡാർക്ക്നെസ്സിനെ എടുത്തോണ്ട് നമുക്ക് കൊണ്ടുവന്ന് വെക്കാനൊന്നും പറ്റില്ല. അപ്പോ അവിടെ കൊണ്ടുവന്ന് വെക്കും. ലൈക്ക് ബ്രൂഡിംഗ് ഡോഗ്, എന്തിനെ പോലെ? ബ്രൂഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ക് ചെയ്യാന്നാണ് അർത്ഥം, ചിന്തിക്കുന്ന. ബ്രൂഡിംഗ് ഡോഗിനെ പോലെ ഞാനത് അവിടെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് എനിക്കിങ്ങനെ കാണാം. അതായത് എൻ്റെ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഈ വീട്ടിലും എന്താണ്? ആകെക്കൂടി ഒരു സൈലൻസ് ആണ് അനുഭവിക്കുന്നത്. ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലും ഒരു സമാധാനമില്ലാത്തൊരു ലൈഫാണ്. ഇതിനേക്കാൾ നല്ലതാണ് ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഡാർക്ക്നെസ്സിനെ എടുത്തോണ്ടെന്ന് എൻ്റെ ബെഡ്റൂമില് വാതിലിന്റെ പിന്നിൽ വെച്ചാൽ എനിക്ക് എന്താ? ഗ്രാൻഡ് മദർ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വരും. അപ്പൊ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ ഒരാളും കൂടി ഉണ്ടല്ലോ എന്നൊരു തോന്നല് എനിക്ക് തോന്നുമെന്നാ പറയണേ. ഈ സമയം കമലാസുരയുടെ ഹസ്ബൻഡ് അവരുടെ കൂടെ ഉണ്ട്. അപ്പോ ദാമ്പത്യത്തിൽ കുറെ വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്ന സമയം കൂടിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത്
എൻ്റെ കൂടെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവര് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഡാർക്ക്നെസ്സിനെ എൻ്റെ ബെഡ്റൂമിന്റെ വാതിലിന്റെ പുറകിൽ ഒരു ബ്രൂഡിംഗ് ഡോഗ് പോലെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ എനിക്ക് എന്താ, അവിടെ ഒരാളുണ്ട് എന്നുള്ള വിചാരത്തിൽ, അവിടെ ഗ്രാൻഡ് മദർ ഉണ്ട് എന്നുള്ള വിചാരത്തിൽ എനിക്ക് മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. അപ്പോ എന്ത് പറയുന്നു, ഇതാണ് രണ്ടാമത്തെ സ്റ്റാൻസ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്പർ 1, why does the poetess want to lay the darkness behind her bedroom like a brooding dog? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദറിന്റെ വീട്ടിലെ ആ ഡാർക്ക്നെസ്സിനെ, ഇരുട്ടിനെ എടുത്തുകൊണ്ട് വന്ന് തന്റെ ബെഡ്റൂമിന്റെ വാതിലിന്റെ പുറകെ ഒരു ബ്രൂഡിംഗ് ഡോഗായി വെക്കണം എന്ന് ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിച്ചത്? The poetess want to lay the darkness behind her bedroom like a brooding dog because she does not want to forget her grandmother's love for her. കാരണം എന്താണ്, അവർക്ക് അവരുടെ ഗ്രാൻഡ് മദറിന്റെ ഓർമ്മ ഒരിക്കലും വിട്ടുപോകരുത് എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ബെഡ്റൂമിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചാൽ എന്താണ്, ബെഡ്റൂമിൽ ഗ്രാൻഡ് മദർ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്, എന്നെ വിട്ടു പോയിട്ടില്ല എന്നൊരു തോന്നല് എപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു വിചാരമാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ബെഡ്റൂമില് വാതിലിന്റെ പുറകുവശത്തായിട്ട് ബ്രൂഡിംഗ് ഡോഗ് പോലെ ഞാൻ ഈ ഡാർക്ക്നെസ്സിനെ കൊണ്ടുവന്ന് വെക്കും എന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ്, വാട്ട് ഡസ് ദർ റെഫർ ടു? ദർ എന്ന് പറയുന്നത് എന്താണ് എന്ന്. എവിടെയാണ് ദർ എന്ന് പറയുന്നത് നോക്കിയേ, രണ്ടാമത്തെ ലൈനില്. ഹൗ ഓപ്പൺ തിങ്ക് ഓഫ് ഗോയിങ് ദർ? ഇടയ്ക്കിടയ്ക്ക് അവിടെ പോണതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് ഏതാണ് ഈ അവിടെ? അവിടെ എന്ന് പറഞ്ഞ സ്ഥലം ഏതാണ്? ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ താമസിക്കുന്ന സ്ഥലം. അവിടെ എന്ന് പറയുമ്പോ ഏതായിരിക്കും? ഗ്രാൻഡ് മദറിന്റെ ഹൗസ് അല്ലെ. അപ്പൊ ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ദർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവിടെ. ഇങ്ങനെയൊക്കെ ആയിരിക്കും കവിതയിൽ വരിക. അപ്പൊ ഒന്നും കൂടി എടുത്ത് വായിച്ചു നോക്കുക, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക എന്താ സംഭവം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ദർ റെഫർ ചെയ്യുന്നത് ഗ്രാൻഡ് മദറിന്റെ വീടാണ്. നെക്സ്റ്റ്, when does the poetess want to visit her grandmother's house? Why? രണ്ട് ചോദ്യം. എപ്പോഴാണ് ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ പോണെന്ന് തോന്നുന്നത്? എന്തുകൊണ്ട്? The poetess want to visit her grandmother's house when she is in a dejected mood. ഈ സിറ്റി ലൈഫില് വീട്ടിലിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ പോയറ്റിന് തോന്നുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യും? ഞാൻ ഗ്രാൻഡ് മദറിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ എപ്പോ സങ്കടം വന്നാലും അപ്പൊ ഞാൻ ആരെ കുറിച്ച് ആലോചിക്കും? ഗ്രാൻഡ് മദറിനെ കുറിച്ച് ആലോചിക്കും. എപ്പോ ഒറ്റപ്പെടൽ വന്നാലും അപ്പൊ ഞാൻ ഗ്രാൻഡ് മദറിനെ കുറിച്ച് ചിന്തിക്കും എന്നുള്ളത്. ഇപ്പൊ ഡിജക്റ്റഡ് മൂഡ് അല്ലെങ്കിൽ ഡിജക്റ്റിംഗ് മൂഡ്, സാഡ് മൂഡ് അങ്ങനെയൊക്കെ പറയാം. നമുക്ക് അറിയാവുന്ന വാക്കുകളൊക്കെ എഴുതിയാൽ മതി. ഡിപ്രസ്ഡ് മൂഡ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആ മൂഡിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഗ്രാൻഡ് മദറിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. നെക്സ്റ്റ്, complete the following sentence. The poet wants to go back to the house. പോയറ്റിന് പഴയ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാ? കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. ടു പിയർ ത്രൂ ദ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. എങ്ങനെയാ? ഒന്ന്, വിൻഡോയിലൂടെ എത്തി നോക്കാന്. രണ്ടാമത്തത്, ടു ലിസൺ ദ ഫ്രോസൺ എയർ. ഫ്രോസൺ എയർ, തണുത്തുറഞ്ഞ എയറിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ടു പിക്ക് an armful of darkness. കൈ നിറച്ചും കൈക്കുമ്പിളിൽ നിറച്ചും ഡാർക്ക്നെസ്സിനെ കോരിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. Fifth question. Why is the air in grandmother's house described as frozen? ഗ്രാൻഡ് മദറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തണുപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാ പറയണേ. ഫ്രോസണ്, മൂണ് അങ്ങനെയൊക്കെയാ പറയണേ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഫ്രോസൺ, തണുത്തുറഞ്ഞത് എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. In the poem My Grandmother's House, Kamala Das described the air in grandmother's house as frozen because the house is absolutely silent. അതാണ് അതിന്റെ ഉത്തരം. ഹൗസ് എന്ന് പറയുന്നത് സൈലന്റ് ആണ്. സൈലന്റ് ആയിട്ട് കിടക്കുക, ഒച്ചയും വിളി ഒന്നും ഇല്ലാതെ, ശബ്ദമൊന്നും ഇല്ലാതെ സൈലന്റ് ആയിട്ട് കിടക്കണോണ്ടാണ് ഫ്രോസൺ എന്നുള്ള വാക്കവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. No one lives there, even the air does not seem to be moving. അവിടെ ഒരാളും താമസിക്കുന്നില്ല. അവിടുത്തെ എയർ പോലും എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് കവയിത്രി പറയണേ. എയർ പോലും അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഫ്രോസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, pick out the correct alternatives in A and B. A, armful of darkness means, അതായത്
ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം കവിതയില് കമലാദാസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. ഓൾഡ് മെമ്മറീസ് ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ഗ്രാൻഡ് മദറിന്റെ വീട്ടിലെ പഴയ ഓർമ്മകളാണോ? അൺഹാപ്പി ഡേയ്സ്, സന്തോഷമില്ലാത്ത ദിവസങ്ങളാണോ? സം ഡാർക്ക് ഒബ്ജക്റ്റ് ഫ്രം ദി ഹൗസ്, വീട്ടിൽ എന്തോ ഒരു ഇരുണ്ട വസ്തു എന്നുള്ള രീതിയിലാണ്. ഏതാണ്? ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അപ്പോൾ ഓൾഡ് മെമ്മറീസ് ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ഗ്രാൻഡ് മദറും ഗ്രാൻഡ് മദറിന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. ദാറ്റ് മീൻസ് ബ്രൂഡിംഗ് ഡോഗ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ മെമ്മറീസ് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് ദ പോയിറ്റ്, അതായത് ഈ ഓർമ്മകൾ എന്നും പോയിറ്റിന്റെ കൂടെ കവയത്രിയുടെ കൂടെ ഉണ്ടാവും എന്നാണോ? ദ മെമ്മറീസ് വിൽ ലൈ അൺകെയർഡ് ഫോർ ഇൻ ദ കോർണർ, ആ മുക്കിൽ ഇങ്ങനെ ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓർമ്മകളെ വെക്കാം എന്നുള്ളത് കൊണ്ടാണോ? ഓർ ദ മെമ്മറീസ് ആർ ആസ് അൺഇമ്പോർട്ടന്റ് ആസ് ഡോഗ്, ഓർമ്മകൾ ഒരു ഡോഗിനെ പോലെ ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണോ എന്നാണ് ചോദ്യം. നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഉറപ്പാണ്. എപ്പോഴും ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഗ്രാൻഡ് മദറിന്റെ ഓർമ്മകൾ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുറിയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക എന്ന് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, വിജിലന്റ് ആയിരിക്കുന്ന ഒരു ഡോഗിനെ പോലെ എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ്, ഇത്രയാണ് എത്രാമത്തെ സ്റ്റാൻസ? അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റാൻസ രണ്ടാമത്തെ സ്റ്റാൻസയുടെ അർത്ഥവും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും. ഇനി നമ്മൾ പറയാൻ പോണത് മൂന്നാമത്തെ സ്റ്റാൻസയാണ്. ശ്രദ്ധിച്ച് കേക്ക്. You cannot believe, darling, can you, that I lived in such a house and was proud and loved? I who have lost my way and beg now at strangers' doors to receive love, at least in a small change. എന്താണ്? You cannot believe, darling. ഡാർലിംഗ് എന്നാരോ വിളിക്കുന്നുണ്ട് അല്ലെ? യു കനോട്ട് ബിലീവ്, നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. ഡാർലിംഗ്, ഡാർലിംഗ്, നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. Can you, കഴിയുന്നുണ്ടോ? That, എന്ത് വിശ്വസിക്കാൻ കഴിയില്ല? That I lived in such a house, ഇങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ജീവിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസമാവുന്നുണ്ടോ? സോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ഹസ്ബൻഡിനെ ആയിരിക്കാം അല്ലെ? ഹസ്ബൻഡിനെ ആയിരിക്കാം വിളിക്കുന്നുണ്ടാവുക. അപ്പോ സ്നേഹമാണ് ഹസ്ബൻഡിനോട്, പക്ഷെ അവർ തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. ഓക്കെ, അപ്പൊ പറയാണ്, ക്യാൻ യു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇത്തരത്തിലുള്ള ഒരു വീട്ടിലാണോ ഞാൻ ജീവിച്ചിരുന്നത് എന്നത്? ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്, ഞാൻ ഭയങ്കര അഭിമാനമാണ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അവിടെ ജീവിക്കുമ്പോഴാണെങ്കിലും ശരി, ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണെങ്കിലും ശരി. ആൻഡ് ലവ്ഡ്, ഞാൻ അത്രയും എനിക്ക് സ്നേഹം അവിടെ നിന്ന് കിട്ടിയിരുന്നു, ഞാൻ സ്നേഹിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് സ്നേഹം കിട്ടിയിരുന്നു. ഐ ഹു ഹാവ് ലോസ്റ്റ്, അതെല്ലാം ഇപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നു. മൈ വേ, എന്റെ വഴിയിലുള്ളതെല്ലാം. ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ ടു റിസീവ് ലവ്, അറ്റ് ലീസ്റ്റ് ഇൻ എ സ്മോൾ ചേഞ്ച്. ഇപ്പോ ഞാൻ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നടക്കുകയാണെന്നാ പറയണേ. എന്നുവെച്ചാ എനിക്ക് അന്ന് കിട്ടിയിരുന്ന സ്നേഹം ഇപ്പൊ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ദാമ്പത്യത്തിൽ വിള്ളലുകളുണ്ട്, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത്. കാരണം ഞാനിപ്പോ സ്നേഹം അന്വേഷിച്ച് നടക്കുക. നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ വീട്ടിലെ ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും നമ്മള് പഴയതിനെ കുറിച്ച് ആലോചിച്ചോ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ചോ നമ്മൾ ഇങ്ങനെ ഇരിക്കില്ല. നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും. നമ്മൾ വീണ്ടും വീണ്ടും പഴയതിനെ കുറിച്ചും സങ്കടങ്ങളെ കുറിച്ചും മാത്രം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന്. അപ്പോ പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ഒരു ലൈഫ് എനിക്ക് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് എല്ലാതും ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ യാചിച്ച് നടക്കാറ്. അപ്പോ എന്റെ ഗ്രാൻഡ് മദർ എന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കൂടെ ഒരാളും കൂടെ ഉള്ള പോലെയായി. അപ്പൊ എനിക്ക് സ്നേഹത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടെന്ന സാഹചര്യം വരില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അതൊരു അൺഹാപ്പി മാരീഡ് ലൈഫിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. In the last 3 lines of the poem, the poet thinks of herself as a beggar. What is she begging for? ഈ ലാസ്റ്റില് പറയുന്നില്ലേ, ഐ എം ബെഗ് മൈ വേ ആൻഡ് ഐ ആം ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ്.
അപരിചിതരുടെ വാതിലുകളിൽ പോയി ഞാൻ മുട്ടുകയാണ് എന്തിന്? സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ പോയറ്റസിനെ തന്നെ ഒരു ബെഗർ ആയിട്ട് കണക്കാക്കുന്നു, ഒരു യാചകനായിട്ട് അല്ലെങ്കിൽ യാചകയായിട്ട് കണക്കാക്കുന്നു. വാട്ട് ഇസ് ഷീ ബെഗിങ് ഫോർ? പക്ഷെ അവരെന്തിനു വേണ്ടിയിട്ടാണ് ബെഗ് ചെയ്യുന്നത്? നമ്മൾ ബെഗ് ചെയ്യാന്ന് പറയുമ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ബെഗിങ് കണക്കാക്കണത്. ഇവിടെ പോയറ്റസ് ബെഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ചോദ്യം. എന്തിനാണ് അവർ ബെഗ് ചെയ്യുന്നത്? ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ഷീ ഈസ് ബെഗിങ് ഫോർ ലവ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷീ ഈസ് ബെഗിങ് ഫോർ ലവ്. അവർ യാചിക്കുന്നത് അല്ലെങ്കിൽ അവർ യാചിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ലവ് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം. വാട്ട് ഡസ് ഷീ മീൻ ബൈ സ്മോൾ ചേഞ്ച്? ചെറിയ രീതിയിൽ, സ്മോൾ ചേഞ്ച് എന്ന് ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്മോൾ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റി എന്നർത്ഥം. കുറച്ച് സ്നേഹം മതി എനിക്ക്, അപ്പൊ തീരെ സ്നേഹം കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് എന്തേ ആവശ്യമുള്ളൂ? എ ലിറ്റിൽ ലവ് ഓർ ഇൻ എ സ്മോൾ ക്വാണ്ടിറ്റി. കുറച്ച് സ്നേഹം എന്നുള്ള അർത്ഥത്തിലാണ് സ്മോൾ ചേഞ്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, കോൾഡ് ലൈക്ക് എ മൂൺ. ലൈക്ക് എ മൂൺ നേരത്തെ പറഞ്ഞില്ലേ, ചന്ദ്രനെ പോലെ. അപ്പൊ അവിടെ ഉപയോഗിച്ച അലങ്കാരം എന്താന്നാ പറഞ്ഞത്? സിമിലി അല്ലെ? അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്യാൻ യു പിക്ക് ഔട്ട് അനദർ സിമിലി ഫ്രം ദ പോം? കവിതയിൽ വേറൊരു ഭാഗത്തും കൂടെ ഇതുപോലെ സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആദ്യത്തേത് പറയുന്നത് ലൈക്ക് മൂണ്. രണ്ടാമത്തത് എവിടെയാ പറഞ്ഞതെന്നറിയോ? നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻസ വായിച്ചപ്പോ അവിടെ പറയുന്നുണ്ട്, ഐ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. ബ്രൂഡിംഗ് ഡോഗിന്റെ മുന്നേ, ആദ്യം പറഞ്ഞത് മൂണിന്റെ മുന്നേ, രണ്ടാമത്തത് ബ്രൂഡിംഗ് ഡോഗ്. അപ്പോ ആ രണ്ട് സ്ഥലത്തും സിമിലിയാണ് വരിക. കാരണം കമ്പയർ ചെയ്യണം, ബ്രൂഡിംഗ് ഡോഗിനെ പോലെ എന്ന് കമ്പയർ ചെയ്തു. അതുകൊണ്ട് രണ്ട് ഭാഗത്ത് സിമിലി വരുന്നുണ്ട്. ഇനി ആൻസർ ഇൻ അബൌട്ട് 100 വേർഡ്സ്, 100 വാക്കില് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഒരു പാരഗ്രാഫ് ഒക്കെ അത്യാവശ്യം നമ്മൾ എഴുതണം. എന്താണ് ചോദ്യം? ഹൗ ഡസ് ദ പോയറ്റസ് റിമെമ്പർ ഹർ ഗ്രാൻഡ് മദർ ആൻഡ് വിഷ് ടു ബി അലൈവ് ടു സീക്ക് ഹർ ലവ്? എന്തുകൊണ്ടാണ് പോയറ്റസ് ഗ്രാൻഡ് മദറിനെ ഓർക്കുന്നത്? ഇപ്പോ മാത്രമല്ല അവരുടെ കൂടെയുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നത്, അവരുടെ ഒപ്പമുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാലോ, ദ പോയറ്റസ് ഗോട്ട് സോ മച്ച് ലവ് ഫ്രം ഹർ ഗ്രാൻഡ് മദർ. മുത്തശ്ശിയിൽ നിന്ന് ഒരുപാട് സ്നേഹം കിട്ടിയിരുന്നു. ബട്ട് നൗ ഷീ ഈസ് ഡെഡ്. ഇപ്പൊ മുത്തശ്ശി മരിച്ചു പോയിരിക്കുന്നു. ദ ഹൗസ് വോർ ഡിസേർട്ടഡ് ലുക്ക് ഇൻ ഹർ ആബ്സെൻസ്. മുത്തശ്ശിയുടെ അഭാവത്തിൽ, ആബ്സെൻസിൽ വീട് എന്തായി മാറിയിരിക്കുന്നു? ഡിസേർട്ടഡ് ആയി മാറിയിരിക്കുന്നു, ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. ദെൻ ഈവൻ ഇൻ ദ എയർ ഇൻസൈഡ് സീം ടു ഹാവ് ഫ്രോസൺ. അതിനുള്ളിലെ വായു പോലും ഫ്രോസൺ ആയിരിക്കുന്നു, തണുത്തുറഞ്ഞു പോയിരിക്കുന്നു. ഷീ സോൾഡ് ഫോർ ദാറ്റ് ലവ് ഫ്രം ദ സ്ട്രേഞ്ചേഴ്സ് ഈവൻ ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ഇപ്പോ അപരിചിതരിൽ നിന്ന് സ്നേഹം ആഗ്രഹിച്ചു നടക്കുകയാണ് കമലാദാസ്. ഷി ഫീൽസ് ലോസ്റ്റ് വിതൗട്ട് ഹർ ഗ്രാൻഡ് മദേഴ്സ് ലവ്. ഗ്രാൻഡ് മദറിന്റെ സ്നേഹം ഇപ്പൊ കിട്ടാത്തതുകൊണ്ട് എല്ലാം ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഷി ലൈക്സ് ദാറ്റ് ലവ് that wants to go back to that house to peep through its windows. അപ്പൊ ആ സ്നേഹം കിട്ടണമെങ്കിൽ ഒരിക്കൽ കൂടെ ആ വീട്ടിൽ പോകണം, എന്നിട്ട് ജനാലയുടെ ഉള്ളിലൂടെ എത്തി നോക്കണം. Then she wishes that her grandmother were alive to seek love again. ഗ്രാൻഡ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതെല്ലാം ഒരു പ്രാവശ്യം കൂടെ കിട്ടുമായിരുന്നു എന്ന് ആര് വിചാരിക്കുന്നു? നമ്മുടെ കമലാദാസ് വിചാരിക്കുന്നു. നമ്മുടെ ഈ പാഠത്തിലെ ലാസ്റ്റിലേക്ക് പോവാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സില്. ഇതേപോലെ തന്നെ ദ പോയറ്റസ് തിങ്ക് ദാറ്റ് ഹർ പാസ്റ്റ് ഹൗ ഹർ പ്രസന്റ് ഡിഫർ ഫ്രം ദ പാസ്റ്റ്. പ്രസന്റ് ലൈഫിനെ കുറിച്ച് അധികം പറയണില്ല, പക്ഷേ പ്രസന്റ് ലൈഫിനെ കുറിച്ച് ഒരു പിക്ചർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒപ്പം പാസ്റ്റും, ഈ പാസ്റ്റിനെയും പ്രസന്റിനെയും എങ്ങനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. സോ പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കമലാദാസിന്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഗ്രാൻഡ് മദറിന്റെ വീട്, അവിടെ നിന്ന് കഥ പറയല്, പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കല് എന്നൊക്കെ പറയുന്നത് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അവിടുന്ന് അത്രയും സ്നേഹം അവർക്ക് കിട്ടിയിരുന്നു, മച്ച് ലവ്, സ്നേഹം നല്ലോണം കിട്ടിയിരുന്നു. ഇപ്പൊ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അന്ന് നല്ല ഹാപ്പി ആയിരുന്നു, ഇന്ന് ഹാപ്പിനെസ് ഇല്ല, ഇന്ന് വെറും സൈലൻസ് ആണ്. അതാണ് പറയുന്നത്. ഡെസേർട്ടഡ് ആണ്, ഫുൾ ഓഫ് സോറോ ആണ്, അല്ലെ? സ്നേഹം എവിടെ നിന്നും കിട്ടാനില്ല. ഇതൊക്കെയാണ് അവരുടെ പരാതികൾ. ഇതാണ് ഇപ്പോഴത്തെ ലൈഫും അപ്പോഴത്തെ ലൈഫും പറയുന്നത്.
ഇനി pick out words from the poem which conveys the sense of loss that the poet feels. ഇവിടെ എവിടെയോ ഈ കവിതയിൽ എവിടെയൊക്കെയോ പോയറ്റസ് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ പറയേണ്ട. അതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന്, സെൻസ് ഓഫ് വേർഡ്സ് ലൈക്ക് ദാറ്റ് വുമൺ ഡൈഡ്. ഒന്നാമത്തെ വാക്ക് വുമൺ ഡൈഡ്, മരിച്ചുപോയ സ്ത്രീ, മുത്തശ്ശിയെ കുറിച്ച് പറഞ്ഞു. മരിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ സങ്കടം എന്ന് കാണിക്കാൻ. രണ്ടാമത്തെ പറയണത് ബ്ലഡ് മൂണിനെ പോലെ ചേഞ്ച് ആയി എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പറയണത് ഫ്രോസൺ എയർ. നാലാമത്തത് വൈൽഡ് ഡിസ്പയർ. അഞ്ചാമത്തത് ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഇതൊക്കെ അവരുടെ സങ്കടമാണ്, സന്തോഷത്തിനെയല്ല കാണിക്കുന്നത്. ഇനി നമ്മള് നേരത്തെ പറഞ്ഞ തന്നെ സിമിലി വരിക ലൈക്കോ ആസോ വന്ന് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴാണ് അത് വന്നത്. ഒന്ന് ലൈക്ക് ദ മൂൺ എന്ന് പറഞ്ഞപ്പോ, പിന്നെ ഒന്ന് വന്നത് ലൈക്ക് ബ്രൂഡിങ് ഡോഗ് എന്ന് പറഞ്ഞപ്പോ. ഇത്രയാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് കമലാദാസിന്റെ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 6 ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തു. ഈ പാഠം ഇമ്പോർട്ടൻ്റ് ആണ്. കവിത തന്നിട്ട് 4 വരി തന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ നല്ലപോലെ അതിന്റെ സ്റ്റാൻസയും അതിന്റെ അർത്ഥങ്ങളും ഈ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നല്ലപോലെ വായിച്ചു കഴിഞ്ഞാൽ ഇതേ ചോദിക്കാനുള്ളതിനപ്പുറം ഒരു ചോദ്യം ഈ ഭാഗത്തുനിന്ന് ചോദിക്കാനില്ല. അപ്പൊ അത് നല്ലപോലെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.